ഓം ശ്രീ ഗം ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങളെയും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്തുകൊണ്ട് ശിവപുരാണത്തിലെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അനാദികാലത്ത് പ്രപഞ്ചം കൂരിരുട്ടിൽ മുങ്ങിക്കിടന്നിരുന്ന സമയം സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ മറ്റു ഗ്രഹങ്ങളോ യാതൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. അഗ്നി, വായു, ജലം, ഭൂമി ഇവയുടെ ഒരു അംശം പോലും എങ്ങും കാണപ്പെട്ടില്ല. എവിടെയും വെറും ശൂന്യത മാത്രം. ആ സമയത്ത് സത് മാത്രം ശേഷിച്ചിരുന്നു. സത്തിന് രൂപമോ നിറമോ ഭേദമോ ഭാവമോ ഉണ്ടായിരുന്നില്ല. അത് വലുതെന്നോ ചെറുതെന്നോ പറയുവാനും ആയിരുന്നില്ല. സത് എന്നത് ഉണ്ടെന്നുള്ള ആ ഒരു അവസ്ഥയെ മാത്രം സൂചിപ്പിച്ചു. ചുരുക്കി പറയുകയാണെങ്കിൽ അത് സത്യമാണ്. എന്താണ് സത് എന്നത്? ജ്ഞാനമാണ്. അനന്തവും പരമാനന്ദവും പരമജ്യോതി സ്വരൂപവുമാണ് സത്. നിരാകാരമായ ഈ പരബ്രഹ്മം ഇച്ഛാശയരൂപമായ ശക്തിയാൽ സാകാരമായി പരിണമിച്ചു. പിന്നീടത് ജ്യോതിർലിംഗമായി തീർന്നു. ഈ ലിംഗം ബ്രഹ്മാണ്ഡം എന്നറിയപ്പെട്ടു. ബ്രഹ്മാണ്ഡത്തിന് ബ്രഹ്മത്തിൻ്റെ അണ്ഡം അഥവാ പ്രപഞ്ചോത്ഭവത്തിൻ്റെ മൂലമായ ഈശ്വരസ്ഥാനം എന്നാണ് അർത്ഥം. ഈ അണ്ഡം പിളർന്ന് അവിനാശിയും അമൃതസ്വരൂപിയും അനന്തകോടി ആദിത്യന്മാരുടെ പ്രഭയോടുകൂടിയ വിരാട് പുരുഷൻ ഉത്ഭവിച്ചു. പരമസ്വരൂപമായ അദ്ദേഹമല്ലാതെ മറ്റൊരു വസ്തുവും അന്നുണ്ടായിരുന്നില്ല. ആ പരമാത്മസ്വരൂപനും സൂക്ഷ്മരൂപനും മഹാത്മാക്കളിൽ മഹാനുമായ ആ സർവേശ്വരൻ സർവ്വലോകങ്ങളിലും നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നാനാവശങ്ങളിലേക്കും കണ്ണുകളും മുഖങ്ങളും കൈകാലുകളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല സകല പ്രാണികളുടെയും ഹൃദയത്തിൽ നിവസിച്ചിരുന്ന അദ്ദേഹം കണ്ണില്ലാതെ തന്നെ കാണുകയും കാതില്ലാതെ തന്നെ കേൾക്കുകയും ചെയ്തിരുന്നു. ആ ജഗദീശ്വരനെ പൂർണ്ണരൂപത്തിൽ ആർക്കും തന്നെ കാണാൻ കഴിയുമായിരുന്നില്ല. ഈ പരബ്രഹ്മം കുറേ കാലങ്ങൾക്കു ശേഷം സൃഷ്ടിക്കുള്ള സമയമായപ്പോൾ മറ്റൊന്നിന് ആഗ്രഹിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് അനേകം ഉണ്ടാകുന്നതിനുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നിരാകാരമായ ആ പരമാത്മാവ് സ്വന്തം ലീലാശക്തി കൊണ്ട് തനിക്ക് രൂപമുണ്ടാകുന്നതിന് നിശ്ചയിച്ചു. ആ മൂർത്തി സർവ ഐശ്വര്യങ്ങളോടു കൂടിയതും സർവജ്ഞാനിയും ശുഭസ്വരൂപയും സർവരൂപയും സർവദർശിയും സർവകാരിണിയും എല്ലാവർക്കും ഒരേ ഒരു ആരാധനാപാത്രവുമായിരുന്നു. ശുദ്ധരൂപിണിയായ ആ ഈശ്വരമൂർത്തി ഉണ്ടാകുന്നതിന് നിശ്ചയിച്ചപ്പോൾ അദ്വിതീയവും അനാദിയും അനന്തവും സർവപ്രകാശകയും സർവനാശിയുമായ ബ്രഹ്മം ഉള്ളിൽ മറഞ്ഞു. അതായത് മൂർത്തിയില്ലാത്ത പരബ്രഹ്മം. അതിൻ്റെ മൂർത്തിയാണ് ഭഗവാൻ സദാശിവൻ. ഒരു സമയത്ത് സദാശിവനും പരാശക്തിയും ഭാര്യാഭർത്തൃരൂപത്തിൽ ആനന്ദപൂർവം പരിലസിച്ചു വന്നു. അങ്ങനെ കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടാവുകയാണ്. സൃഷ്ടികർമ്മങ്ങൾ നടത്തുവാൻ ഒരാളെ കൂടി സൃഷ്ടിക്കണം. ഈ ചിന്തയോടുകൂടി സർവവ്യാപിയായ സദാശിവൻ ശക്തിയോടുകൂടി സ്വന്തം വാമഭാഗത്തിൻ്റെ 10 അവയവങ്ങളിലും അമൃത് പുരട്ടി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തു നിന്നും ത്രിലോകങ്ങളിൽ വെച്ച് സുന്ദരനും അനേകം കോടി സൂര്യപ്രഭയോടും കൂടിയ ഒരു അത്ഭുതമായ പുരുഷൻ രൂപമെടുത്തു എന്നാണ് പറയുന്നത്. ആ ദിവ്യപുരുഷൻ സ്വർണാങ്കിതമായ കിരീടം ധരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരകാന്തി ഇന്ദ്രനീലരത്നത്തെ വെല്ലുന്നതായിരുന്നു. മാത്രമല്ല സർവാഭരണഭൂഷിതനായ ആ പുരുഷൻ കനകനിർമ്മിതമായ പീതാംബരം ധരിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ആ ദിവ്യപുരുഷൻ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? ബലിഷ്ഠമായ ആ കരങ്ങളോട് കൂടിയവനും
താമരദളങ്ങൾ പോലെയുള്ള നയനങ്ങളോട് കൂടിയവനുമായ ആ സർവേശ്വരൻ എങ്ങും നിറഞ്ഞിരുന്നതിനാൽ ആ ദിവ്യപുരുഷനെ ഭഗവാൻ വിഷ്ണു എന്ന് അറിയപ്പെട്ടു. സൃഷ്ടികാലത്ത് ശക്തിരൂപിണിയായ പ്രകൃതി പുരുഷനായ വിഷ്ണുവിൽ പ്രവേശിച്ചു. തത്ഫലമായി ആദിമഹത്വമുണ്ടായി എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. അതിൽ നിന്നും അഹങ്കാരം ഉത്ഭവിച്ചു. അഹങ്കാരം വൈകാരികം, തൈജസം, താമസം എന്നിങ്ങനെ 3ആയി വിഭജിച്ചു. അങ്ങനെ താമസമായ ആ അഹങ്കാരത്തിൽ നിന്ന് ആകാശവും, അതിൽ നിന്ന് വായുവും, ആ വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്നാണ് പിന്നീട് ജലവും ഉണ്ടായത്. പഞ്ചഭൂതങ്ങളിൽ ചൈതന്യം പ്രവർത്തിച്ച് ആദിനാരായണൻ അഥവാ വിഷ്ണു ഭഗവാൻ രൂപം കൊണ്ടു. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ വീര്യത്തെ ജലത്തിൽ ഉത്സർജിച്ചു. ആ വീര്യത്തെയാണ് ജീവൻ എന്ന് അറിയപ്പെടുന്നത്. തൈജസമായ അഹങ്കാരത്തിൽ നിന്നും പിന്നീട് ഇന്ദ്രിയങ്ങളും, വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് വൈകാരികന്മാരായ 10 ദേവന്മാരും 11ാമത്തെ ഇന്ദ്രിയമായ മനസ്സും ഉണ്ടായി എന്ന് ശിവപുരാണം പറയുന്നു. വിഷ്ണു ഭഗവാൻ ജലത്തിൽ ആ ഉത്സർജിച്ച വീര്യം ഒരു അണ്ഡമായി പരിണമിച്ചു. ആ അണ്ഡത്തിൽ നിന്ന് ബ്രഹ്മാവ് സ്വയമേവ ഉത്ഭവിച്ചു. വിഷ്ണു ഭഗവാൻ ആ അണ്ഡത്തെ പിന്നീട് 2ആയി പിളർന്നു. ആ ഖണ്ഡത്തെ സ്വർഗമായും മറ്റേ ഖണ്ഡത്തെ ഭൂമിയായും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം വിഷ്ണു ഭഗവാൻ വളരെ കാലം തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. ആ തപസ്സിൻ്റെ കാഠിന്യത്താൽ ബലഹീനമായ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും പലതര ജലധാരകൾ ഉണ്ടാവുകയും ആ ജലം ശൂന്യമായ ആകാശം മുഴുവനും വ്യാപിച്ചു. അങ്ങനെ ആ അവസരത്തിൽ ക്ഷീണിതനായ ഭഗവാൻ സ്വയമേവ ശയിച്ചു അങ്ങനെ അവിടെ വളരെ കാലം സന്തോഷത്തോടുകൂടി ഭഗവാൻ ശയിച്ചു. അങ്ങനെ വളരെ കാലം ആ നാരകത്തിൽ അഥവാ ജലത്തിൽ ശയിച്ചതിനാൽ ഭഗവാന് നാരായണൻ എന്ന പേരുണ്ടായി എന്ന് ശിവപുരാണം പറയുന്നു. അക്കാലത്ത് നാരായണനല്ലാതെ മറ്റൊരു പ്രകൃതി വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. സാക്ഷാൽ ഭഗവാൻ നാരായണൻ ജലത്തിൽ ശയിക്കവേ അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും വളരെ വലുതും അത്യുത്തമവും അനേകം ദളങ്ങളോട് കൂടിയതും സൂര്യന് തുല്യം ശോഭിച്ചിരുന്ന പീത നിറത്തോട് കൂടിയതുമായൊരു താമരപ്പൂവുണ്ടാവുകയും അതിനുശേഷം മഹേശ്വരൻ തൻ്റെ വാമഭാഗത്തു നിന്നും ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു. മായയാൽ മോഹിപ്പിച്ച് നാരായണൻ്റെ നാഭീകമലത്തിൽ ഇരുത്തിയെന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് തപസ്സു ചെയ്ത് പിന്നീട് ശക്തി നേടുകയും തുടർന്ന് സൃഷ്ടികർമ്മം ആരംഭിക്കുകയും ചെയ്തു. അതോടുകൂടി പ്രപഞ്ചത്തിൽ ജീവൻ ഉത്ഭവിക്കുകയുണ്ടായി. നമ്മുടെ മഹത്തായ പുരാണങ്ങളിലൊന്നാണ് ശിവപുരാണം. 18 പുരാണങ്ങളിൽ പ്രശസ്തമായതും 4ാം സ്ഥാനം അലങ്കരിക്കുന്നതുമായ ഈ പുരാണം സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഉപദേശിച്ചതുകൊണ്ടും ശിവമഹാത്മ്യത്തെ വർണ്ണിക്കുന്നത് കൊണ്ടുമാണ് ശിവപുരാണം എന്ന പേര് ലഭിച്ചത്. സമ്പൂർണ്ണ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ കൊണ്ട് സമ്പന്നവും ഭക്തിവർദ്ധകവും ശ്രീ പരമേശ്വരന് പരമപ്രീതികരവുമാണ് ശിവപുരാണം. വർണ്ണങ്ങൾക്ക് രസായനമാകത്തക്കവണ്ണം ദിവ്യവും അമൃത സ്വരൂപവുമാണിത്. കാലസർപ്പത്തിൽ നിന്നും ഭയപ്പെട്ടു കഴിയുന്നവരെ സർവദാ രക്ഷിക്കുവാൻ ഈ ഗ്രന്ഥത്തിന് വളരെയധികം ശേഷിയുണ്ട്. കലിയുഗത്തിൽ ഈ പുരാണത്തിന് വിശേഷിച്ച് വളരെയേറെ പ്രസക്തിയാണുള്ളത്. ഈ യുഗത്തിൽ പ്രായേണ ജീവന്മാർ അസുര സ്വഭാവത്തോടു കൂടിയവരാണ്. അവരെ ശുദ്ധീകരിക്കുവാൻ സർവശ്രേഷ്ഠമായ ഉപായം ശിവപുരാണ ശ്രവണമാണ്. പാപികളും ദുഷ്ടന്മാരും കാമക്രോധാതിമഗ്നരുമായ അധമജനങ്ങൾ പോലും ശിവപുരാണ ശ്രവണ പഠനങ്ങളാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അവരുടെ മാനസിക വികാരങ്ങളെ തടഞ്ഞു നിർത്തുന്നതിന് ജ്ഞാനവും വൈരാഗ്യരഹിതവുമായ ഭക്തിയും കൊണ്ട് വിവേകം വർദ്ധിപ്പിക്കുന്നതിനും അത്യുത്തമമായൊരു മാർഗമാണ് ശിവപുരാണ കഥ കേൾക്കുക എന്നത്. ആ ഒരു വഴിക്ക് അന്ധകരണത്തിന് വിശേഷമായ ബുദ്ധിയും ആ വഴിക്ക് ശിവപ്രാപ്തിയും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. കലിയുഗത്തിൽ ജനിച്ച മനുഷ്യർക്ക് പരമമായ ഹിതം നൽകുവാൻ പര്യാപ്തമായ ഈ പുരാണം അനേകം ശ്ലോകങ്ങളാൽ വിരചിതമാണ്. അങ്ങനെ ഈ ശിവപുരാണത്തെ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നവർ അഥവാ പ്രതിദിനം പ്രേമപൂർവം പാരായണം ചെയ്യുന്നവർ പുണ്യാത്മാക്കളായി തീരുന്നു. മാത്രമല്ല മൃത്യുകാലത്തിൽ ഈ പുരാണം ഭക്തിപൂർവം ശ്രദ്ധിക്കുന്നവർക്ക്, അതായത് കേൾക്കുന്നവർക്ക് ഭഗവാൻ ശ്രീ പരമേശ്വരൻ സ്വപദത്തിന് സായുജ്യം നൽകുന്നു. ശിവപുരാണത്തെ ആദരപൂർവം അനുദിനം പൂജിക്കുന്നവർക്ക്
ഈ സംസാര സാഗരത്തിൽ സമ്പൂർണമായും ഭുക്തിസുഖവും ഒടുവിൽ മുക്തിസുഖവും ലഭിക്കുന്നതാണ് പരബ്രഹ്മ സദൃശം പ്രകാശിക്കുന്ന ഈയൊരു മഹാപുരാണം ശ്രീ പരമേശ്വരൻ്റെ ദിവ്യമൂർത്തിയാണ്. ധർമാർത്ഥ കാമ മോക്ഷം എന്നിങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങളും, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങളും അനായാസം ദാനം ചെയ്യാൻ കഴിവുള്ള ഒരു പുരാണമാണ് മഹാശിവപുരാണം. അങ്ങനെ ഈ ശിവപുരാണത്തെ ഭൂമിയിൽ പ്രചരിപ്പിച്ചത് വായു ഭഗവാനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വായുപുരാണം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അനേകം ശ്ലോകങ്ങൾ അടങ്ങിയ ഈ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് 63,000 ശ്ലോകങ്ങൾ ശിവലോകത്തിലും 7 സംഹിതകളിലായി 24,000 ശ്ലോകങ്ങൾ ഭൂമിയിലും വായുദേവൻ പ്രചരിപ്പിക്കുകയുണ്ടായി. ശിവപുരാണം സംക്ഷേപിപ്പിച്ചത് വ്യാസമുനിയാണ്. അദ്ദേഹം ഈ പുരാണത്തെ വിദ്യോശ്വരം, രൗദ്രം, ശതരുദ്രം, കോടിരുദ്രം, ഉമ, കൈലാസം, വായവീയം എന്നീ 7 സംഹിതകളായി തിരിച്ചിരിക്കുന്നു. ശിവപുരാണത്തെക്കുറിച്ച് സാമാന്യം വിവരം നൽകുന്നതും സാധ്യം, സാധന മുതലായവയുടെ വിചാരം, ശ്രവണം, കീർത്തനം, മനനം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നതുമായ സംഹിതയെയാണ് വിദ്യേശ്വരം എന്ന് പറയുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരം, ബ്രഹ്മർഷികളുടെയും രാജർഷികളുടെയും വംശപരമ്പര, മന്വന്തരങ്ങൾ, ശിവഭക്തന്മാരുടെ ചരിത്രം, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ മഹാത്മ്യം, വർണ്ണാശ്രമധർമ്മങ്ങൾ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, നിഷ്കാമകർമ്മം, ഭക്തി, ജ്ഞാനം, യോഗം തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് പുറമേ ശ്രീ പരമേശ്വരൻ്റെ ലിംഗാദിസാകാര വിഗ്രഹങ്ങളുടെ രൂപം, ഓംകാരം, പഞ്ചാക്ഷരം, ഇവയുടെ മഹത്വം, അത് ജപിക്കേണ്ട വിധം തുടങ്ങിയവയും പ്രതിപാദിച്ചിരിക്കുന്നു. കാര്യബ്രഹ്മലോകം തുടങ്ങി കാരണരുദ്രലോകം വരെയുള്ള വിവരണവും, അതേപോലെ ശിവലോകത്തിൻ്റെ മഹാത്മ്യവും ശിവാരാധനയും അനുഷ്ഠാന വിധികളും അങ്ങനെ തുടങ്ങുന്ന അനേകം വിഷയങ്ങളെക്കുറിച്ചാണ് വിദ്യേശ്വരത്തിൽ പറയുന്നത്. ഇനി 2ാമത്തെ സംഹിതയായ രുദ്രസംഹിതയ്ക്ക് സൃഷ്ടിഖണ്ഡം എന്നും പേരുണ്ട്. അതിൽ സൃഷ്ടി, സതി, പാർവതി, കുമാരൻ, യുദ്ധം എന്നീ 5 ഖണ്ഡങ്ങളാണ് എടുത്തു പറയുന്നത്. ഇനി 7ാമത്തെ സംഹിതയായ വായവീയത്തിൽ 2 ഖണ്ഡങ്ങൾ അടങ്ങിയിരിക്കുന്നു, പൂർവഭാഗവും ഉത്തരഭാഗവും. പൂർവഖണ്ഡത്തിൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്താൽ ഋഷികൾ നൈമിഷാരണ്യത്തിൽ സത്രം നടത്തുന്നതും വായുഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ശിവമാഹാത്മ്യം വർണ്ണിക്കുന്നതും ശക്തിയുടെ ഉത്ഭവം, പാശുപതജ്ഞാനം, ഉപമന്യു തുടങ്ങിയതിനെക്കുറിച്ചുള്ള വിവരണവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അവസാന ഭാഗമായ ഉത്തരഖണ്ഡത്തിൽ ഋഷികളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ശ്രീകൃഷ്ണ ഉപമന്യു സമ്മേളനം, ശ്രീകൃഷ്ണ പാശുപതജ്ഞാന സിദ്ധി നേടുന്നതും, അതുപോലെ വായുഭഗവാന്റെ ഉപദേശവും, ശിവസേന ഭക്തി, ശിവധർമ്മങ്ങൾ, ശിവജ്ഞാനം, ശിവോപാസന, ശിവയോഗം, പഞ്ചാക്ഷരമന്ത്രം, ഹോമകുണ്ടാദി നിർമ്മാണം, ഹോമം, ശിവലിംഗ മഹാവ്രതനിധി, അഷ്ടാംഗ യോഗവിദ്യ തുടങ്ങി അനേകം കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ശിവപുരാണം പറയുന്നതനുസരിച്ച് പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപു തന്നെ രുദ്രൻ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ വംശചരിത്രത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ ആരാലും സാധ്യമല്ല തന്നെ. മാത്രമല്ല ശ്രീ പരമേശ്വരന് ആരോഹിണി എന്നും അവരോഹിണി എന്നും 2 ലീലാവസ്ഥകളുണ്ട്. വെറും ലീലയിലൂടെ പശുഭാവം കൈക്കൊണ്ട് വിഷയസുഖം അനുഭവിച്ചും സുഖദുഃഖങ്ങൾ കടിമപ്പെട്ടും ജീവിക്കുന്ന അവസ്ഥയാണ് അവരോഹിണി. വിവേകവും നൈരാശ്യവും ആർജിച്ചുകൊണ്ട് സാധനകൾ വഴി ഓരോ തത്വങ്ങളെയും അറിഞ്ഞും അവയെ അതിജീവിച്ചും കടന്ന് ജീവൻ ശിവരൂപത്തിൽ എത്തുന്ന അവസ്ഥയാണ് ആരോഹിണി. ഭഗവാൻ പഞ്ചരൂപനാണ്. ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, തദ്യോജാനം. ഇവയാണ് പഞ്ചരൂപങ്ങൾ. ഇതിൽ അഘോരം എന്ന രൂപത്തിൽ നിന്നാണ് പരമേശ്വരന് അഘോര ശിവൻ എന്ന പേരുണ്ടായത്. പഞ്ചരൂപനായ ഭഗവാൻ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഓരോ പേരുകൾ ഉണ്ടായതിനു പിന്നിലും ഓരോരോ കാരണവും പറഞ്ഞു കാണുന്നുണ്ട്. അതെല്ലാം ഓരോ കഥകളുമാണ്. ഭഗവാന്റെ ശൂലം ത്രിഗുണാത്മകങ്ങളാണ്. അത് ധരിക്കുന്നത് കൊണ്ട് ഭഗവാന് ശൂലി എന്ന പേര് ലഭിച്ചു. ശിവഭൂതങ്ങൾ എപ്പോഴും സംസാരമുക്തങ്ങളായതിനാൽ അദ്ദേഹം ഭൂതങ്ങൾക്ക് അധിപതിയായി. മോക്ഷാർത്ഥികളോടുള്ള കൃപാതിരേഖത്താൽ അദ്ദേഹം സംസാരമാകുന്ന ശ്മശാനത്തിൽ സദാ വസിക്കുന്നു. ഭഗവാന്റെ വിഭൂതി, ആ വിഭൂതി ലേപനം
ഐശ്വര്യത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അതിനാൽ ഭഗവാൻ ബോധിഭൂഷണൻ എന്നും അറിയപ്പെടുന്നു. ഭഗവാന്റെ വാഹനമായ കാളധർമ്മമാണ്. ഭഗവാൻ അതിൻ്റെ പുറത്തിരിക്കുന്നതിനാൽ വൃഷഭവാഹനനായി തീരുന്നു. സർപ്പങ്ങൾ ക്രോധാദി ദോഷങ്ങളാണ്. ജഗത്പിതാവ് അവയുടെ ക്രോധാദി ദോഷങ്ങളെ മുഴുവനും അടക്കി തൻ്റെ ഭൂഷണമാക്കി തീർക്കുന്നതിനാൽ അദ്ദേഹം സർപ്പഭൂഷൺ എന്ന് അറിയപ്പെട്ടു. ജടകൾ നാനാരൂപത്തിലുള്ള കർമ്മങ്ങളാണ്. അവയെ ധരിക്കുന്നതിനാൽ പരമേശ്വരൻ ജടാധാരനായി. ഇനി ഭഗവാന്റെ കണ്ണുകൾ, ഭഗവാന്റെ നേത്രങ്ങൾ 3 വേദങ്ങളാണ്. അതിനാൽ ഭഗവാൻ മുക്കണ്ണനായി. സത്യം, രജസ്, തമസ് ഇവയുടെ വികാരമായ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളാണ് ത്രിപുരന്മാർ. ജ്ഞാനനേത്രം കൊണ്ടവയെ നശിപ്പിച്ചതിനാൽ ഭഗവാൻ ത്രിപുരാന്തകൻ എന്നും അറിയപ്പെടുന്നു. മഹേശ്വരൻ കാരണപദാർത്ഥമാണ്. ഭഗവാന് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നീ 5 ശക്തികളുണ്ട്. ജീവന്മാരെ രക്ഷിക്കുന്നതുകൊണ്ടും ജ്ഞാനശക്തികൾ കൊണ്ട് എല്ലാം അറിയുന്നതുകൊണ്ടും പ്രഭുത്വ ശക്തി കൊണ്ട് ജീവന്മാരെ നിയന്ത്രിക്കുന്നതുകൊണ്ടും ഭഗവാന് പതി എന്ന ശബ്ദം ലഭിച്ചു. പതി സ്വതന്ത്രനാണ്, ഐശ്വര്യവാനുമാണ്, ആദിയിലുള്ളവനും കർത്താവുമാണ്. ജീവന്മാരെ അനുഗ്രഹിക്കാനുള്ള ശക്തി പതിക്കു മാത്രമുള്ളതാണ്. പതിയുടെ ഇച്ഛയാലാണ് ജീവന്മാർക്ക് സുഖത്തിലും ദുഃഖത്തിലും ആശ്രയമായ ശരീരം, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ മുതലായവ ലഭിക്കുന്നത്. ഇങ്ങനെ ജ്ഞാനശക്തിക്ക് ആശ്രയം ആയതിനാൽ അദ്ദേഹം മഹേശ്വരൻ എന്ന് അറിയപ്പെട്ടു. എല്ലാ ലോകത്തിൻ്റെയും സൃഷ്ടികർത്താവായതിനാൽ കാരണമെന്നുമാണ് പതിയെ വർണ്ണിക്കപ്പെടുന്നത്. പതി ആപത്കാമനാണ്. അദ്ദേഹം ഒരു ക്രീഡ എന്ന നിലയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ദേവനായി. ഒന്നിനെയും അപേക്ഷിക്കാത്തതിനാൽ സർവകാമികനെന്നും പറയപ്പെടുന്നു. കൈലാസത്തിൽ ശയിക്കുന്നതിനാൽ, അതായത് പർവ്വതത്തിൽ വിശ്രമിക്കുക എന്ന ധർമ്മത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ ഗിരീശൻ എന്ന് വിളിക്കുന്നു. ഭഗവാൻ തൻ്റെ ശിരസിലാണല്ലോ സദാ ഗംഗാദേവിയെ വഹിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഭഗീരഥ മുനി ഗംഗാമാതാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. എന്നാൽ ഗംഗാമാതാവിൻ്റെ ആ ഒരു പതനം ഭൂമിക്ക് സഹിക്കാൻ സാധ്യമല്ലാതെ വന്നതിനാൽ ഭഗീരഥ മുനി ഭഗവാനെ തപസ്സു ചെയ്തു. അങ്ങനെ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും സാക്ഷാൽ ഗംഗാദേവിയെ തൻ്റെ ശിരസിൽ താങ്ങുകയും ചെയ്തു. അന്നു മുതൽ ഭഗവാൻ ഗംഗാധരനായി മാറി. അഗ്നിരൂപമായ ശുക്ലമുള്ളതിനാൽ ഭഗവാനെ കുശാനുരേതസ് എന്നും വിളിക്കുന്നു. ദക്ഷയാഗത്തെ നശിപ്പിച്ചതിനാൽ ക്രതുധ്വംസി എന്നും, ആനത്തോൽ ഉടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കൃത്തിവാസസ് എന്ന പേരിനും ഭഗവാൻ അർഹനായി. ഭഗവാന് ഗണ്ഡപരശു എന്ന പേരുണ്ടായത് സംബന്ധിച്ചൊരു കഥയുണ്ട്. പരശു എന്ന അസുരനെ ഖണ്ഡിച്ചവൻ എന്ന അർത്ഥത്തിൽ ഗണ്ഡപരശുവായി ഭഗവാൻ. ഒരിക്കൽ ഭഗവാൻ നരനാരായണന്മാരിൽപ്പെട്ട നരനുമായി മത്സരിക്കുകയുണ്ടായി. അങ്ങനെ നരൻ പ്രയോഗിച്ച പരശുവിനെ ഭഗവാൻ തൻ്റെ ശൂലം കൊണ്ട് മുറിച്ചു കളഞ്ഞു. അന്നു മുതൽ ഭഗവാന് ഗണ്ഡപരശു എന്ന പേരുണ്ടായി. 3 ലോകങ്ങൾക്കും പിതാവാകയാൽ ത്രയംബകനെന്നും, ജീവജാലങ്ങളെ സംസാര ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നവനാകയാൽ പശുപതി എന്നും ഭഗവാൻ അറിയപ്പെടുന്നു. സർവ സൃഷ്ടികളുടെയും ഈശ്വരനാണ് ഭഗവാൻ. അതിനാൽ ഭഗവാൻ ഭൂതേശനായി. സകലതിൻ്റെയും ഉത്ഭവസ്ഥാനമായവൻ, ജീവാത്മസ്വരൂപേണ സംസാരത്തെ അനുഭവിക്കുന്നവൻ, മംഗളരൂപി എന്നീ രീതിയിലെല്ലാം ഭഗവാനെ ഭവൻ എന്നും വിളിക്കുന്നു. പാർഷദന്മാരുടെ അധിപനായതിനാൽ പ്രമദാധിപൻ എന്നും, വലിയ ശരീരം ഉള്ളതിനാൽ ഭീമനും, സുഖത്തെ നൽകുന്നവനാകിയാൽ മൃഡൻ എന്നും, കാലനെ ജയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മൃത്യുഞ്ജയൻ എന്നും പറഞ്ഞു വരുന്നു. ഇനി രക്തവർണ്ണമുള്ള ജടയുള്ളതിനാൽ ഭഗവാൻ കബർത്രിയും, ചന്ദ്രനെ ധരിച്ചിരിക്കുന്നതിനാൽ ചന്ദ്രശേഖരനും, തൻ്റെ വാമഭാഗത്ത് ദേവിയെ ധരിച്ചിരിക്കുന്നവനും, ദുഷ്ടന്മാരുടെ മതത്തെ കളയുന്നവനും ആയതിനാൽ വാമദേവനുമാണ് ഭഗവാൻ. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി ഈ രൂപങ്ങളോടു കൂടിയ ഭയങ്കരമായ കണ്ണുകൾ ഉള്ളവനും, അതേപോലെ വിരൂപന്മാരിൽ പോലും കൃപാദൃഷ്ടിയും ഉള്ളവൻ എന്ന പേരിലും ഭഗവാൻ വിരൂപാക്ഷൻ എന്നും അറിയപ്പെടുന്നു. ഇനി ആകാശവ്യാപികളായ കേശങ്ങൾ ഉള്ളതിനാൽ വ്യോമകേശൻ എന്നും ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഇനി വൃഷത്തെ ധ്വജം
അഥവാ കൊടി അടയാളമാക്കിയവൻ എന്ന അർത്ഥത്തിലാണ് വൃഷധ്വജൻ എന്ന പേര് ഭഗവാന് നൽകിയിരിക്കുന്നത്. സുഖത്തെ പ്രദാനം ചെയ്യുന്നതിനാൽ ശംഭു എന്നും ശം കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ശങ്കരനും പ്രളയകാലാരംഭത്തിൽ ലോകത്തെ ഹിംസിക്കുന്നവനാകിയാൽ ശർവനെന്നും സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ അംശം കൊണ്ട് ജനിച്ചവൻ, അതായത് ജനനകാലത്ത് തന്നെത്താൻ രോധിച്ചവൻ എന്ന അർത്ഥത്തിൽ രുദ്രൻ എന്നും കാളകൂടം ഭക്ഷിച്ചതുകൊണ്ട് നീലനിറത്തിൽ തിളങ്ങുന്ന കണ്ഠമുള്ളവനും എല്ലാം അറിയുന്നവൻ എന്ന അർത്ഥത്തിൽ സർവജ്ഞനും പ്രളയകാലത്തുപോലും നാശമില്ലാത്ത ആ സ്ഥിതിയിൽ വർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സ്ഥാണു എന്നും അനേകം പേരുകളിൽ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. പിനാകി, അന്ധകരിബു, ഉഗ്രൻ, മന്ദരവാസി, ശങ്കരൻ എന്നിവയും അദ്ദേഹത്തിന് പറഞ്ഞു വരുന്ന പേരുകൾ തന്നെയാണ്. ഭഗവാന്റെ ആ വാഹനത്തിൻ്റെ പേര് നന്ദി എന്നാണ്. കഴുത്തിൽ സദാ മുണ്ടമാലകൾ അണിഞ്ഞിരിക്കുന്നു നന്ദിയും. ഈ മാലകൾ മനുഷ്യത്തലകൾ കൊരുത്തുണ്ടാക്കിയവയാണ്. ഭഗവാൻ മഹിഷാസുരൻ്റെ പുത്രനായ ഗജാസുരനെ സംഹരിച്ച ആസുരൻ്റെ ജഡത്തിൽ നിന്നും എടുത്ത ആനത്തോലാണ് ഉത്തരീയമായി ധരിച്ചിരിക്കുന്നത്. ഉടുക്കാനാണെങ്കിൽ ഭഗവാൻ പുലിത്തോലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഭഗവാൻ രുദ്രന് 2 കൈകളാണ് ഉള്ളതെങ്കിലും ചിലപ്പോൾ 8ഉം 10ഉം കൈകളുള്ളവനായി വർണ്ണിക്കപ്പെടാറുണ്ട്. ഒരിക്കൽ തിലോത്തമ്മയുടെ സൗന്ദര്യം ആസ്വദിച്ചതിനാൽ 4 മുഖങ്ങൾ ഉണ്ടായതായും പറഞ്ഞു കാണുന്നു. ഭഗവാന്റെ ആഭരണം പാമ്പുകളാണ്. പൂണൂലായി സാക്ഷാൽ ശേഷനാഗത്തെയാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. പിങ്കളനും പത്മനുമാണ് അദ്ദേഹത്തിൻ്റെ കുണ്ടലങ്ങൾ. കമ്പളൻ തോൾവളയും വലത്തെ കൈയിൽ തക്ഷകനെ വളയായും ധരിച്ചിരിക്കുന്നു ഭഗവാൻ. അരക്കെട്ടിൽ നീലാഞ്ജനവർണ്ണനായ നീലനെ അണിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ ഗദയുടെ പേര് ഗഡ്വാംഗം എന്നാണ്. സാക്ഷാൽ ശിവാംശമായ രുദ്രൻ്റെ ഉൽപ്പത്തിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ആ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹര ഹര മഹാദേവ.